ഇൻസ്റ്റഗ്രാം ഒന്ന് എടുക്കാമോ? ആക്ച്വലി ഞാൻ ഈ ഒരു ഇതിലാണ് വീണത് കേട്ടോ. ഏതാണ്? ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആക്ട്. ഓ, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തില്ലേ? ഓപ്പൺ ചെയ്തു. ഒന്ന് റിഫ്രഷ് ചെയ്യാമോ? ഓക്കെ. ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവാ. ചെയ്തു പോകുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചർ, ആദ്യമായിട്ട് കാണുന്ന ഒരു പിക്ചർ, അങ്ങനത്തെ ഒരു പിക്ചറിൽ സ്റ്റോപ്പ് ചെയ്യാം. പിക്ചർ തന്നെ വേണ്ട, വീഡിയോ പോരല്ലോ? പിക്ചറാണ് വേണ്ടത്. ശരി. ഞാൻ പറഞ്ഞ 2 ഫാക്ടേഴ്സ് വേണം. ആദ്യമായിട്ട് കാണുന്ന ഒരു പിക്ചർ, അട്രാക്റ്റീവ് ആയിട്ട് ദക്ഷയ്ക്ക് തോന്നുന്ന ഒരു പിക്ചർ. ശരി. ആ പിക്ചറിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓൾറൈറ്റ്. ആ പിക്ചർ പോസ്റ്റ് ചെയ്ത ആളുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് പോവാം. ഇതാണ് പിക്ചർ. അത് പോസ്റ്റ് ചെയ്ത ആളുടെ പ്രൊഫൈൽ. ഓക്കെ. അതിൽ ആ പിക്ചർ കാണുന്നുണ്ടോ? അതിൽ കാണുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഫോണിൽ അത്യാവശ്യം വലുതായിട്ട് കാണുന്നുണ്ടല്ലോ. ഇനി ദക്ഷ ചെയ്യേണ്ടത്, ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിക്കും. ഇവിടെ ഈ കറക്റ്റായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ആ പിക്ചർ എന്താണ്, അതിനകത്തുള്ള ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ. ഞാൻ കാണിക്കുന്ന ഈ ഒരു ഏരിയയിൽ കാണുന്നില്ലേ പിക്ചർ? ഓൾറൈറ്റ്. അത് നന്നായിട്ട് മൈൻഡിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. റൈറ്റ്. പിന്നെ ദക്ഷ ഇതിന്റെ പ്രൊഫൈൽ പിക്ചർ അല്ല, പുള്ളി പോസ്റ്റ് ചെയ്ത ആളുടെ പേര് ഓർമ്മയുണ്ട്? മറന്നിട്ടില്ല? ഓക്കെ. ഇനി അമ്മ ചെയ്യേണ്ടത് ഈ ആപ്പിൽ നിന്ന് ഒന്ന് എക്സിറ്റ് ആവാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഇനി ഈ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കില്ല് ഓഫ് ചെയ്യാൻ അല്ല, റിഫ്രഷ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഇതിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇനി ഇൻസ്റ്റാ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തോ. ഓക്കെ. ആ പിക്ചർ ഇനി തിരിച്ച് കണ്ടെത്താനായിട്ട് വല്ല മാർഗങ്ങളുണ്ടോ? സെർച്ചിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? സെർച്ചിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമോ? പേരടിച്ചെടുക്കറിയാം. പേരടിച്ച് കഴിഞ്ഞാലല്ലേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ. പേരിന് 2 പാർട്സ് ഉണ്ടോ? മീൻസ് ഇപ്പം മൃദുല വിജയ് എന്ന് പറയുന്നത് പോലെ ആ പേരിന് 2 പാർട്സ് ഉണ്ടോ? അതൊരു ഫോർജ്ഡ് നെയിം പോലത്തെ നെയിമാണ്. അങ്ങനെയല്ല, ഫുൾ പേര് മാത്രമല്ല, അതിൻ്റെ അകത്ത് ചില അഡീഷൻസ് ഒക്കെ കൊണ്ടുവരുമല്ലോ, അങ്ങനത്തെ പേരാണ്. ഓക്കെ. അതിലെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളായിട്ട് കർവി ആയിട്ടുള്ള ലെറ്റർ ഒന്നുമില്ലല്ലോ, സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ഒരു ലെറ്റർ ആണ്. ഇറ്റ്സ് ആൻ ഐ, റൈറ്റ്? ഓക്കെ. അപ്പോൾ ഐ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ പേരുകൾ വരുന്നുണ്ട്. സെക്കൻഡ് ലെറ്റർ ഒന്ന്, ഇറ്റ്സ് പ്രോബബ്ലി എ. ഐ എ എന്ന് പറയുന്ന സമയത്ത് ഒരു പേര് വരാൻ സാധ്യതയില്ല, ഒരു ഫ്രേസ് പോലെ അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിരിക്കണം. അപ്പോൾ പ്രോബബ്ലി അതിൽ തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് എം ആയിരിക്കണം. ഓക്കെ. ഓക്കെ. അപ്പോൾ സെലക്ട് ചെയ്ത പിക്ചർ കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലോ. പിക്ചേഴ്സ് നമുക്ക് എന്താ പറയുക, നേച്ചറിൻ്റെ പിക്ചേഴ്സ് ആവാം, ആൾക്കാരുടെ പിക്ചേഴ്സ് ആവാം. അപ്പോൾ ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൾക്കാരുടെ പിക്ചർ ആണ്. ആ പിക്ചറിനകത്ത് ഒറ്റ പിക്ചർ അല്ലാതെ കുറേ കട്ട്സ് ഉള്ള പിക്ചറാണത്. ആണ്. ഒരു ട്രോളിന്റെ പിക്ചറാണ്, തെങ്കാശി പട്ടണ സിനിമയുടെ. ഐ ആം ഉണ്ണി ദ റാസ്കൽ എന്ന് പറഞ്ഞ സത്യം പറയൂ, എന്തായിരുന്നു ചെയ്തത്?